ഞാൻ ഭജന ടീമിലാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. ആ ഭജനക്കാണ് പോണിപ്പോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലത്തെ പിള്ളേരോട് ഇടാ മക്കളെ ആ വൈകുന്നേരം ആകുമ്പോ വിളക്കൊന്ന് വെച്ചിട്ട് ഭജന ചെല്ലടാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരാൾക്ക് കൂട്ടി പറ്റില്ല. ഒരു മനുഷ്യ കുഞ്ഞതിട്ട് ചെയ്യൂല. മക്കളടാ വൈകുന്നേരം ആയില്ലടാ ആ വിളക്ക് വെച്ചിട്ട് സന്ധ്യാദീപം കൊളുത്തിട്ടൊന്ന് പ്രാർത്ഥിക്കണം ഭജന ചെല്ലടാന്ന് പറഞ്ഞ ഒരു മനുഷ്യ കുഞ്ഞ് കൂട്ടാക്കില്ല. ഇപ്പൊ ഈ ഭജന കേൾക്കാൻ വേണ്ടിട്ട് ക്യൂ ആണ് അവിടെ. ആൾക്കാർ തിക്കും തിരക്കും ബഹളവും നായക്കാണ് ഭജന കേൾക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ഫ്രണ്ടിന്റെ കൂടെ പോവല്ലേ ചെയ്യാ. അപ്പൊ ഞാൻ ഈ ഭജനയുടെ മുകളിൽ കയറി പിടിച്ചപ്പോ അപ്പൊ ഞാൻ ഭജനയിലേക്ക് പോവാ. ഭജന ടീമാണ് ഇപ്പൊ ഞാൻ. അവിടെ പോയിട്ട് ഞാൻ എന്താ വെച്ചാ വൃന്ദാവനീകും അതല്ലല്ലോ അതിന്റെ പിച്ച് കറക്റ്റ് പിച്ചിലേക്ക് പാടാ. വൃന്ദാവനനി കുഞ്ചങ്ങളില്ലാതെ സന്താനം പോൽ മാറിലറിയുന്നു നിൻ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ എൻ ഗുരുവായൂരപ്പ രഹസ്യം. അതെ അതല്ലേ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പാടിയല്ലോ. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നിന്നും ചന്ദനം പോൽ മാറിലറിയുന്നു നിൻ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ എൻ ഗുരുവായൂരപ്പ രഹസ്യം. പാടൂ. രാധകൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഞാൻ ഉത്തരം പറട്ടെ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് പാടണമെങ്കിൽ ചിറ്റണ്ട ഞാൻ വയറിലാക്കിയതാ. അല്ല ഞാൻ തമാശ പറയാം. ഞാൻ വെറുതെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 19 ലക്ഷം പേര് കാണൂട്ടാ. പാടോ എല്ലാവരും പാടില്ലേ?